നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എക്സാലോജിക് വിവാദം വിശദീകരിക്കാൻ പാർട്ടി കേഡറുകളെ സജ്ജമാക്കി CPM രംഗത്ത് വന്നപ്പോഴാണ് വലിയ തിരിച്ചടി ഇപ്പോൾ CPMന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയനും അതുപോലെ തന്നെ വീണ വിജയനും ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വീണ വിജയനെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി ഇപ്പോൾ SFIO സമൻസ് നൽകിയിരിക്കുന്നു. SFIO ഇവരുടെ അടുത്തേക്ക്, അതായത് കഴിഞ്ഞ ദിവസം KSIDCയിലും അതുപോലെ തന്നെ CMRLലും ഒക്കെ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന നടത്തിയപ്പോൾ ഉടൻ തന്നെ AKG സെന്ററിലേക്കും ക്ലിഫ് ഹൗസിലേക്കും മന്ത്രിമന്ദിരത്തിലേക്കുമൊക്കെ എത്തുമോ എന്ന സംശയം കൊണ്ടും പേടി കൊണ്ടും പെട്ടെന്ന് തന്നെ വീണ വിജയൻ കർണാടകയിലെ ഹൈക്കോടതിയിലേക്ക് പോയി അന്വേഷണത്തെ ഇല്ലാതാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, അന്വേഷണത്തെ തടസ്സപ്പെടുത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി നൽകുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ അത്ര വെടിപ്പാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്തു പറഞ്ഞാലും ഇനി പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വീണ വിജയൻ മാറിയിരിക്കുന്നു. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ആ മാസപ്പടി വിവാദം മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്നും കണക്കിൽ മാത്രമാണ് തർക്കമെന്നുമൊക്കെയായിരുന്നു ചർച്ചകളിൽ പോലും നേതാക്കന്മാർ പറഞ്ഞിരുന്നത്. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകൾ മുതൽ ശില്പശാലകളിൽ ഇടമുണ്ടെന്നിരിക്കെ എന്തുകൊണ്ട് വീണ വിജയന് മാത്രം ഇത്ര പരിഗണന എന്ന ചോദ്യം പ്രതിനിധികൾ പലരും ഉന്നയിച്ചു കഴിഞ്ഞിരുന്നു. കോടിയേരിയുടെ മക്കൾക്ക് കിട്ടാത്ത പരിഗണന മാസപ്പടി വിവാദത്തിൽ വീണ വിജയന് കിട്ടുന്നത് എങ്ങനെയെന്ന് ജനം ചോദിച്ചാൽ എന്തു പറയണം? കരിമണൽ കമ്പനിയുമായി എക്സാലോജിക്കിന്റെ ഇടപാട് എന്താണ്? ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് മുതൽ വീണ വിജയനെതിരെ ഒടുവിലത്തെ SFI അന്വേഷണത്തിന്റെ സാങ്കേതികത എങ്ങനെ വിശദീകരിക്കണമെന്നൊക്കെ പാർട്ടി കേഡറുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ നീക്കം. ഈ ശില്പശാലകളിൽ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയാണ് സംസാരിക്കുന്നതെങ്കിൽ ഒരു ചോദ്യം ഉയരും മുമ്പ് തന്നെ വിവാദം വിശദീകരിച്ചാണ് തുടങ്ങുന്നത്. എല്ലാം രാഷ്ട്രീയ പ്രേരിതം, മാസപ്പടി എന്ന വാക്ക് തന്നെ മാധ്യമ സൃഷ്ടി, എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലെ ഇടപാടിൽ ആദായ നികുതി കണക്കുകളിൽ മാത്രമാണ് തർക്കമെന്ന സാങ്കേതികതയിൽ ഊന്നിയുള്ള വിശദീകരണം നൽകണം. വീണയ്ക്കെതിരായ അന്വേഷണം മുറുകുകയും പാർട്ടി അനുഭാവികൾക്കിടയിൽ തന്നെ സംശയങ്ങൾ ഉയരുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിശദീകരണവുമായി പാർട്ടി രംഗത്ത് വന്നത്. മയക്കുമരുന്ന് ഇടപാട് സംബന്ധിച്ച കേസിൽ പാർട്ടി ഇടപെടലിന് പരിമിതിയുണ്ടെന്നും അതാണ് കോടിയേരിയുടെ മക്കൾക്കെതിരായ കേസിൽ സംഭവിച്ചതെന്നുമൊക്കെ നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്രീകൃതവും അതേസമയം വിപുലവുമായ പ്രചരണ പരിപാടികൾ CPM ലക്ഷ്യമിടുമ്പോൾ ഏതാണ്ട് 30,000-ഓളം പേരടങ്ങുന്ന പാർട്ടി കേഡറുകൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ വിജയനെ പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ അന്വേഷണ സംഘം വിളിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം വീണ വിജയനോട് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കമ്പനിയുടെ മൂലധനം എവിടെ നിന്ന് വന്നു, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരണം ചോദിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരിമണൽ കർത്തയുമായി ഉണ്ടായ ഇടപാടുകൾ, കരിമണൽ കമ്പനിയുമായി നടന്ന വിവാദ ഇടപാട്, അത് എങ്ങനെയാണ്, എന്ത് സേവനമാണ് നൽകിയതെന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SFIO എന്ന് പറയുന്നത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഏറ്റവും ഉന്നതാധികാര സമിതിയാണ്. നമുക്ക് എവർക്കും അറിയാം, കോർപ്പറേറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്ന ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കാവുന്നതുമാണ്. ഏതായാലും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വീണ വിജയന്റെ കമ്പനി ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്ന വ്യക്തമായ സ്ഥിതിക്ക് കൂടുതൽ തെളിവുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് വീണ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത പോലും മുന്നിൽ കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അന്വേഷണത്തെ തടസ്സപ്പെടുത്താനായി പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു കേസാണ്. അതായത് പിണറായി വിജയനിലേക്കോ അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്കോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലേക്കോ, നമുക്കറിയാം വീണ വിജയന്റെ കമ്പനിയുടെ അഡ്രസ്സായി കൊടുത്തിരുന്നത് AKG സെന്ററിന്റെ അഡ്രസ്സായിരുന്നു. അപ്പോൾ AKG സെന്ററിലേക്ക് അന്വേഷണം എത്തരുത്, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ AKG സെന്ററിലേക്ക് അന്വേഷണ സംഘം എത്തിയാൽ അത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് CPMന് അറിയാം. അതുമാത്രമല്ല, എക്സാലോജിക് എന്ന കമ്പനി തന്നെ ഇപ്പോൾ ഇല്ല. പിണറായി വിജയന്റെ സ്വാധീനം ഉപയോഗിച്ചും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ലഭിക്കുന്ന പണം വഴിമാറ്റാനായി ഉണ്ടാക്കിയ ഒരു ഷെൽ കമ്പനിയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഭാര്യയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം കൊണ്ടാണ് ഇത്തരത്തിലൊരു കമ്പനി രൂപീകരിച്ചതെന്നൊക്കെയാണ് പിണറായി വിജയൻ എന്ന നിയമസഭയിലും മറ്റും പറഞ്ഞത്. ഏതായാലും റിട്ടയർമെന്റ് ആനുകൂല്യം എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ കൂടി ഇപ്പോൾ ഈ രംഗത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. ഭാര്യയുടെ റിട്ടയർമെന്റ് ആനുകൂല്യമാണോ എന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം ഉണ്ടാകും. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണയുടെ കമ്പനിയുടെയും മറ്റ് വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് വന്ന തുകയെ സംബന്ധിച്ചുമൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് വീണ വിജയനിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളത്. എന്നാൽ വീണ എവിടെയാണെന്നോ എവിടെയാണ് താമസമെന്നോ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല. വീണ വിജയൻ ഒളിവിലാണോ എന്ന് പോലും സംശയിക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം വീണയിലേക്ക് എത്തുമ്പോൾ ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി മാത്രമേ കർണാടകയിലെ ഹൈക്കോടതി വിധി വരികയുള്ളൂ. അതുവരെ അന്വേഷണ സംഘത്തിന്റെ അടുത്തേക്ക് എത്താതിരിക്കാനും അറസ്റ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കേണ്ടി വന്നാൽ ആ സാഹചര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വീണ വിജയൻ ഒളിവിലാണോ എന്ന സംശയം പോലും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വീണ വിജയൻ ഒളിവിൽ പോകാനുള്ള സാധ്യതകളുമുണ്ട്. നമുക്കറിയാം, നേരത്തെ സ്വപ്ന സുരേഷിന്റെ വിഷയമുണ്ടായപ്പോൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിവാദമുണ്ടായപ്പോൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് ഏതാണ്ട് 1/2 കിലോമീറ്റർ അടുത്തായിരുന്നു, അത്രയും അകലത്തിൽ മാത്രമാണ് അന്ന് സ്വപ്ന സുരേഷിനെ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയി താമസിപ്പിച്ചിരുന്നത് എന്ന തരത്തിലുള്ള വിവാദങ്ങളും വന്നിരുന്നു. എന്നാൽ ആ വിവാദങ്ങളിൽ നിന്നൊക്കെ അന്ന് പിണറായി വിജയൻ എങ്ങനെയെങ്കിലുമൊക്കെ തടിയൂരി രക്ഷപ്പെട്ടു. പക്ഷേ ഇത് വളരെ കൃത്യമായ തെളിവുകളുള്ള സ്ഥിതിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, മകൾ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല എന്ന് വ്യക്തമാവുകയാണ്. ഇനി വീണ വിജയൻ എവിടെയാണ്, വീണ വിജയൻ ഒളിവിലാണോ എന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്.